അധികമാർക്കും അറിയാത്ത ഒരു ഇൻഷുറൻസ് സ്കീം. 7 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്നു. പ്രീമിയം ഇനത്തിൽ യാതൊരു തുകയും അടയ്ക്കേണ്ടതില്ല. അതാണ് EDLI അഥവാ എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം. നമസ്കാരം, ബോസ് വാല മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അവിനാഷ്. നിരവധി അവിചാരിതമായ ഒരുപാട് സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒന്നാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക സുരക്ഷിതത്വം എന്ന് പറയുന്നത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസിന് ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ചാണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള പ്രീമിയവും നമ്മൾ നൽകേണ്ടതില്ല. 7 ലക്ഷം വരെ കവറേജ് നമുക്ക് ലഭിക്കുന്നു. പക്ഷേ ഇൻഷുറൻസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രൈവറ്റ് എംപ്ലോയി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ ബെനിഫിഷ്യറിക്കാണ് ഇതിന്റെ ഇൻഷുറൻസ് തുക ലഭിക്കുന്നത്. നമുക്കറിയാം, പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത് അത്ര സുരക്ഷിതമായ ഒരു തൊഴിൽ മേഖലയല്ല. ഗവൺമെന്റ് ജോലികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് സുരക്ഷിതത്വം താരതമ്യേന കുറഞ്ഞ ഒരു മേഖലയാണ് പ്രൈവറ്റ് മേഖലയിലെ തൊഴിൽ എന്ന് പറയുന്നത്. എങ്കിൽ പോലും അവിടെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് തൊഴിൽ ചെയ്യുന്ന ആൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു താങ്ങാവുന്ന രീതിയിലാണ് ഈ ഒരു EDLI എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി ആരംഭിച്ചത്. 1976 എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം, അതായത് EDLI സ്ഥാപിതമായത്. 2021 മുതൽ ഇതിന്റെ മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയാക്കി ഉയർത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മരണപ്പെട്ട എംപ്ലോയി മരണത്തിന്റെ 12 മാസത്തിന് മുമ്പ് തൊഴിൽ സ്ഥാപനം മാറിയാലും നോമിനി ഇൻഷുറൻസിന് അർഹനാണ്. 1952 എംപ്ലോയി പ്രോവിഡൻസ് ഫണ്ട് ആൻഡ് മിസലേനിയസ് ആക്ടിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുന്ന എംപ്ലോയീസിനും ഈ ഒരു ഇൻഷുറൻസിന് അർഹതയുണ്ട്. ഈ ഒരു നിയമപ്രകാരം പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ആ സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് ഈ ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യമാണ്. EPF അഥവാ എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ട്, EPS അഥവാ എംപ്ലോയി പെൻഷൻ സ്കീം, ഈ രണ്ടിന്റെയും ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു ഇൻഷുറൻസ് പദ്ധതി പ്രവർത്തിക്കുന്നത്. ഇനി എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 15,000 രൂപയോ അതിന് താഴെയോ ബേസിക് സാലറിയുള്ള എല്ലാ തൊഴിലാളികൾക്കും EDLIന് അർഹതയുണ്ട്. ഇനി അഥവാ 15,000 മുകളിലാണ് നിങ്ങളുടെ പ്രതിമാസ ബേസിക് സാലറി എങ്കിൽ മാക്സിമം ബെനിഫിറ്റ് 6 ലക്ഷം രൂപയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 7 ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു. EDLI പ്രകാരമുള്ള ക്ലെയിം തുക കഴിഞ്ഞ 12 മാസത്തെ ശരാശരി മാസ വരുമാനത്തിന്റെ 35 മടങ്ങാണ്. പരമാവധി 7 ലക്ഷം രൂപ വരെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ എംപ്ലോയി യാതൊരു തരത്തിലുള്ള കോൺട്രിബ്യൂഷനും നൽകേണ്ടതില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ വരുന്നത് EPF-ൽ മാത്രമാണ്, അതായത് എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ടിൽ മാത്രമാണ് എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അതുകൂടാതെ EDLIയിൽ 1,50,000 രൂപയുടെ ബോണസും ലഭ്യമായിരുന്നു. ഇപ്പോഴത് കൂടി 1,75,000 രൂപയായിരിക്കുന്നു. 2018 ഫെബ്രുവരിയിൽ മന്ത്രിസഭ ഏറ്റവും കുറഞ്ഞ ആനുകൂല്യ തുക 2.5 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരുന്നു. ഇതിന് 2 വർഷത്തെ വാലിഡിറ്റിയും ഉണ്ടായിരുന്നു. എന്നാൽ 2020 ഫെബ്രുവരിയിൽ മുൻകാല പ്രാബല്യത്തോടെ ഈ തുക നീട്ടി. 20-ൽ കൂടുതൽ തൊഴിലാളികളുള്ള ഏതൊരു പ്രൈവറ്റ് സ്ഥാപനവും EPF-ൽ അഥവാ എംപ്ലോയി പ്രോവിഡന്റ് ഫണ്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ EPF അക്കൗണ്ടുള്ള ഏതൊരു തൊഴിലാളികൾക്കും ഈ ഇൻഷുറൻസ് സ്കീമിൽ ജോയിൻ ചെയ്യാൻ അർഹതയുണ്ട്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സ്കീം പൂർണ്ണമായും സെക്യൂർഡ് ആണ്. എംപ്ലോയി മരണപ്പെടുകയാണെങ്കിൽ കവറേജ് തുക എംപ്ലോയിയുടെ നോമിനിക്ക് ലഭിക്കുന്നു. EDLIയുടെ നിയമപ്രകാരം എംപ്ലോയറിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് തൊഴിലാളിയുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ 0.5% അല്ലെങ്കിൽ 75 രൂപയോ ആയിരിക്കണം പ്രതിമാസം. മറ്റ് ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം ഒന്നുമില്ലെങ്കിൽ മാക്സിമം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് പ്രതിമാസം 15,000 രൂപയായി നിജപ്പെടുത്തിയിരിക്കുന്നു. EDLIയുമായി ബന്ധപ്പെട്ട എല്ലാ കാൽക്കുലേഷനിലും അടിസ്ഥാന ശമ്പളത്തിന്റെ കൂടെ ഒരു ബോണസും ആഡ് ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് നോക്കാം, ഈ സ്കീമിൽ ജോയിൻ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന്. എംപ്ലോയിയുടെ ബേസിക് സാലറി 15,000 രൂപ വരെ ആയിരിക്കണം. 15,000 മുകളിലാണ് ബേസിക് സാലറി വരുന്നതെങ്കിൽ മാക്സിമം ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയായിരിക്കും. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് EDLI സ്കീമിൽ ജോയിൻ ചെയ്യാൻ യോഗ്യത വേണം എന്നുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കുറഞ്ഞത് 20 തൊഴിലാളികളെങ്കിലും ഉണ്ടായിരിക്കണം. EDLI ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രോസസ്സുകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫോം 5IF കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോം 5IF ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഷുറൻസ് ഓണറിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ്. 18 വയസ്സിൽ താഴെയുള്ള മൈനറിനെയാണ് നോമിനി ആക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അവരുടെ ഒരു ഗാർഡിയൻ സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട്. ഏത് അക്കൗണ്ടിലേക്കാണോ പേയ്മെന്റ് നടത്തേണ്ടത് ആ അക്കൗണ്ടിന്റെ ഒരു ക്യാൻസൽഡ് ചെക്കും സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഈ ഒരു ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. EDLI സ്കീമിന്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്വകാര്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ കുടുംബത്തിന് ഒരു സുരക്ഷിതത്വം നൽകുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു സ്കീം ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഇത്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുക എന്ന് പറയുന്നത് വളരെ കുറവാണ് എങ്കിലും നമുക്ക് ലഭിക്കുന്നത് വളരെ മികച്ച ഒരു കവറേജ് തന്നെ ആയിരിക്കും. ഒരു തൊഴിലാളിയുടെ സാലറിയോ അല്ലെങ്കിൽ ഡെസിഗ്നേഷനോ ഇതിന് മാനദണ്ഡമായിട്ട് ഉള്ളതല്ല.
അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈ ഒരു സ്കീമിൽ ജോയിൻ ചെയ്യാൻ എലിജിബിലിറ്റി ഉണ്ട്. ഇനി അഥവാ തൊഴിലാളി വിദേശ രാജ്യത്ത് വെച്ചാണ് മരണപ്പെടുന്നതെങ്കിൽ പോലും നോമിനിക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് 100% ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് ഒരു സുരക്ഷിതത്വം ഒരുക്കുക എന്നതാണ് ഈ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. കുടുംബാംഗങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, 25 വയസ്സോ അതിൽ താഴെയുള്ള ആൺകുട്ടി അല്ലെങ്കിൽ പെൺകുട്ടി, ഇവർ അൺമാരീഡ് ആയിരിക്കണം. ഇനി അഥവാ നിങ്ങൾ ജോലി മാറുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന പുതിയ സ്ഥാപനത്തിൽ നിന്നും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു കോമൺ അക്കൗണ്ട് തന്നെ ആയിരിക്കും. രജിസ്റ്റേർഡ് നോമിനിക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത്. ഇനി അഥവാ എംപ്ലോയി ആരുടെ പേരും രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ആ എംപ്ലോയിയുടെ ലീഗൽ ഹെയർ ആരാണോ, അതായത് ഭാര്യ അല്ലെങ്കിൽ മക്കൾ എന്നിവർക്കായിരിക്കും ഇതിന്റെ എമൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇൻഷുറൻസ് സ്കീമിന്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരുന്നത്. 30 ദിവസം തൊഴിലാളിയുടെ കഴിഞ്ഞ 12 മാസത്തെ ആവറേജ് മന്ത്ലി സാലറി 15,000 രൂപയായിട്ടാണ് ഇവിടെ നിജപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ അഡീഷണൽ ആയിട്ട് 2,50,000 രൂപയുടെ ഒരു ബോണസും ഇവിടെ നൽകപ്പെടുന്നു. സോ ടോട്ടൽ വരുന്ന തുക എന്ന് പറയുന്നത് 15,000 രൂപ 30 ദിവസത്തേക്ക് വെച്ച് നോക്കുമ്പോൾ 4,50,000 രൂപയും അതുകൂടാതെ 2,50,000 രൂപ ബോണസും. സോ EDLI വരുന്ന മാക്സിമം പേ ഔട്ട് എന്ന് പറയുന്നത് 7 ലക്ഷം രൂപയായിരിക്കും. ഇനി നോമിനി എങ്ങനെയാണ് ഇതിന്റെ എമൗണ്ട് ക്ലെയിം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കാം. മരണപ്പെട്ട തൊഴിലാളി എന്ന് പറയുന്നത് EPF-ലേക്ക് ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഇനി EDLI-യിൽ എങ്ങനെയാണ് അതിന്റെ ബെനിഫിറ്റ് ക്ലെയിം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ക്ലെയിം ചെയ്യുന്നതിനായിട്ട് EDLI ഫോം 51F നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് പൂരിപ്പിച്ച ശേഷം സബ്മിറ്റ് ചെയ്യുക. അതുകൂടാതെ ഈ ക്ലെയിം ഫോം നമ്മുടെ എംപ്ലോയർ സിഗ്നേച്ചർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി അഥവാ എംപ്ലോയറിന്റെ സിഗ്നേച്ചർ ലഭിക്കുന്നില്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ഇനി പറയുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരാളുടെ അറ്റസ്റ്റേഷൻ ആവശ്യമുണ്ട്. നമ്മുടെ അക്കൗണ്ട് ഏത് ബാങ്കിലാണോ ഉള്ളത് ആ ബാങ്കിലെ മാനേജർ, ലോക്കൽ MLA അല്ലെങ്കിൽ MP, മജിസ്ട്രേറ്റ്, ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസർ, മുനിസിപ്പൽ ബോർഡ് മെമ്പർ, ചെയർമാൻ അല്ലെങ്കിൽ സെക്രട്ടറി, പോസ്റ്റ് മാസ്റ്റർ അല്ലെങ്കിൽ സബ് പോസ്റ്റ് മാസ്റ്റർ, EPF-ലെയോ CBT-ലെയോ റീജിയണൽ കമ്മിറ്റി മെമ്പർ. എംപ്ലോയറുടെ സിഗ്നേച്ചർ ലഭിക്കുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ ആളുകളിൽ ഏതെങ്കിലും ഒരാളുടെ അറ്റസ്റ്റേഷൻ ആവശ്യമാണ്. പൂരിപ്പിച്ച എല്ലാ ഡോക്യുമെന്റ്സും EPF കമ്മീഷണർസ് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യുക. അതുകൂടാതെ ഏതെങ്കിലും അഡീഷണൽ ഡോക്യുമെന്റ്സ് അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അതും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് ഉണ്ടാകും. എല്ലാ ഡോക്യുമെന്റ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ക്ലെയിം അപ്രൂവൽ ആയി കഴിഞ്ഞാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ക്ലെയിം സെറ്റിൽ ആയിരിക്കണം. ഇനി അഥവാ 30 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ആവുന്നില്ല എന്നതാണെങ്കിൽ ക്ലെയിം ചെയ്യാൻ പോകുന്ന ആളിന് 12% പലിശയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. സോ എന്താണ് EDLI അല്ലെങ്കിൽ എംപ്ലോയി ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം എന്നതിനെ പറ്റി വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. വളരെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള, നമ്മളിൽ നിന്നും ഒരു പൈസ പോലും പ്രീമിയം ഇനത്തിലേക്ക് പോകാത്ത ഒരു ഇൻഷുറൻസ് സ്കീമാണ് എംപ്ലോയീസ് ഡെപ്പോസിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ബോസ്വാല മലയാളം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും താഴെ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമസ്കാരം. ബോസ്വാല, ബി ദ ബോസ്.